കോട്ടയം ഇരട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ ബീനയുടെയും മകളായ ഈ അമേരിക്കയിൽ നിന്നെത്തിയ പെൺകുട്ടിക്ക് വിവാഹിതയാണ്. ഒരു അമേരിക്കൻ പൗരനെയാണ് വിവാഹം കഴിച്ചത്. പ്രണയ വിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. വിവാഹത്തിന് ശേഷം ആദ്യമായി കഴിഞ്ഞ് അമേരിക്കയിൽ പോയതിന് ശേഷം ആദ്യമായി നാട്ടിലേക്ക് വരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മൃതശരീരങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. ഹതഭാഗ്യയായ ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന കഥാപാത്രം. ഒരേ ഒരു മകൻ 7 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. ആ ഈ മകൾ, അതായത് സഹോദരനും സഹോദരിയും ഏറ്റവും നല്ല ബന്ധത്തിലായിരുന്നു. അവർ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. ഏറ്റവും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരിച്ചും മിടുക്കരായി പഠിച്ചുമൊക്കെ വളർന്ന കുട്ടികളാണ്. അവരിൽ ഒരാൾ ഇല്ലാതായപ്പോൾ ആ പെൺകുട്ടിക്ക് അത് അസഹനീയമായിരുന്നു. അവൾ ശരിക്കു പറഞ്ഞാൽ അത്രത്തോളം തൻ്റെ സഹോദരനെ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അവിവാഹിതനായി തന്നെ ആ പാവം ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അതിനുശേഷം ഈ പെൺകുട്ടിയും അമ്മയും വളരെയധികം സങ്കടങ്ങൾ സഹിച്ചു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പെൺകുട്ടിയുടെ പ്രേരണയാലാണ് വിജയകുമാർ CBI എൻക്വയറിക്ക് വേണ്ടി ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തത്. ഏറ്റവും നല്ല ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയ ശ്രീ ആസഫ് അലിയെ തന്നെ ഇത് ഏൽപ്പിക്കുകയും ചെയ്തു. ആസഫ് അലി തൻ്റെ ജോലി വളരെ ഭംഗിയായി ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കേസ് ശരിക്കും കോടതിയോട് അവതരിപ്പിക്കുകയും CBI എൻക്വയറി വിജയകുമാറിന് ആവശ്യപ്പെട്ടതുപോലെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ഈ മർഡർ കേസ് നടക്കുന്നതിന് മുമ്പ് ആ ഉത്തരവ് കിട്ടിയതിന് ശേഷം ഇദ്ദേഹം കോട്ടയം SP നേരിട്ട് പോയാണ് വിജയകുമാർ ആ ഹൈക്കോടതി ഉത്തരവ് കൈമാറിയത്. എത്രയും വേഗം ഫയലുകളെല്ലാം CBIക്ക് കൊടുക്കണമെന്ന് SP പറയുകയും SP ആ റിക്വസ്റ്റ് സ്വീകരിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ ഫയലുകൾ കൊടുക്കുന്നതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കുകയും ചെയ്തു. ഈ CBI ടീം കേരളത്തിൽ എത്തി ഈ വിജയകുമാറിനെയും ബന്ധുക്കളെയും ഭാര്യ മകൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരുടെയും മൊഴി എടുക്കാനിരിക്കുന്നതിനിടയിലാണ് ആ ഇരട്ട കൊലപാതകം നടന്നത്. മോള് അമേരിക്കയിലായതുകൊണ്ടാകാം അവൾ രക്ഷപ്പെട്ടു. ബാക്കി 2 പേരും ഈ കൊലപാതകിയുടെ ആയുധപ്രയോഗത്തിൽ ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം ദാരുണമായ ഒരു മരണം എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. വിജയകുമാർ ശരിക്കും ഒരു സമ്പന്നനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം അധ്വാനിച്ച് തന്നെയാണ് സമ്പത്ത് ഉണ്ടാക്കിയത്. പലരും പലതും പറയുന്നുണ്ടെങ്കിലും ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളുടെ മരണം പോലും പലപ്പോഴും കുറ്റങ്ങളാൽ മൂടപ്പെട്ട് ചിത്രീകരിക്കാറുണ്ട്. അദ്ദേഹത്തിനോട് ദേഷ്യവും പകയും ഒക്കെ ഉള്ള ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും. അതിൽ ചിലപ്പോൾ ശരിയുണ്ടാകാം, ചിലപ്പോൾ പകുതി ശരിയുണ്ടാകാം, ചിലപ്പോൾ പൂർണ്ണമായ ശരിയുണ്ടാകാം, ചിലപ്പോൾ പൂർണ്ണമായ തെറ്റും ഉണ്ടാകാം. എന്തായാലും ആ വശത്തേക്കുള്ള അവലോകനമൊന്നും നടത്താൻ ഞങ്ങളുടെ ചാനൽ തുനിയുന്നില്ല. മറിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളുടെ അനുബന്ധമായി നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇനി ജീവിച്ചിരിക്കുന്ന മകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം. ഒട്ടേറെ പ്രോപ്പർട്ടികൾ, കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടികൾ ഈ കേരളത്തിന് പുറത്ത് കർണാടകത്തിലും ആയി വിജയകുമാറിന് ഉണ്ട്, സ്വന്തമായി ഉണ്ട്. ബിസിനസ് സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കോട്ടയത്ത് ഉള്ള ആ ഓഡിറ്റോറിയമാണ്, ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം. അത് വിജയകുമാർ നേരത്തെ ഉണ്ടായിരുന്ന ലോഡ്ജിൻ്റെ ഉടമ ഗോപാലകൃഷ്ണനിൽ നിന്നും വാങ്ങുകയാണ് ചെയ്തത്. അത് അവരുടെ ലോൺ ബാധ്യത തീർത്ത് 5 ലക്ഷം രൂപയും കൂടി കൊടുത്തതിന് ശേഷമാണ് ആ ലോഡ്ജ് വാങ്ങുകയും പിന്നീടത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം എന്ന കോട്ടയത്തെ പ്രൗഢഗംഭീരമായ ഓഡിറ്റോറിയമാക്കി മാറ്റുകയും ചെയ്തത്. ആദ്യകാലത്ത് ഒരു AC ഹാൾ എന്ന് പറയാൻ വിവാഹങ്ങളും മറ്റ് കർമ്മങ്ങളും നടത്താൻ ഈ ഇന്ദ്രപ്രസ്ഥം മാത്രമാണ് ഉണ്ടായി വന്നത്. അതിനുശേഷം ഇന്ദ്രപ്രസ്ഥത്തിൽ നല്ല ഒരു വരുമാനം തന്നെ അതുവഴി വിജയകുമാർ ഉണ്ടാക്കുകയും ചെയ്തു. വിജയകുമാർ ഒരു നല്ല വ്യവസായി ആയിരുന്നു എന്ന് പറയാം. അതിനകത്ത് മറ്റൊന്നും പറയാനില്ല. അദ്ദേഹം ശരിക്കും സമ്പന്നനായി. ഈ സമ്പത്തിൻ്റെ എല്ലാം ഉടമ ഇനി ഈ പെൺകുട്ടിയാണ്, ഏക മകൾ എന്ന് പറയുന്നത്.
ഈ മകൾക്ക് ഇപ്പോൾ സെക്യൂരിറ്റി നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടി അമേരിക്കയിൽ നിന്നും വന്നു ഇറങ്ങിയത് മുതൽ ഒരു സെക്യൂരിറ്റി അനുധാവനം ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും അനിവാര്യമാണ്. ഇനി അത് കൊണ്ട് തന്നെ നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം, ഈ കുടുംബത്തിന് ഒരു ശത്രു ഉണ്ട് എന്നുള്ളത് കുടുംബത്തിലുള്ളവരും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മകൻ കൊല്ലപ്പെട്ടു, തുടർന്ന് മകൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു കൊലപാതകം തന്നെയാണെന്ന് ഇപ്പോൾ ഹൈക്കോടതിയുടെ കണ്ടെത്തലും CBIയുടെ അന്വേഷണ വരവുമൊക്കെ കൂടെ ചേർത്ത് നമുക്ക് പറയേണ്ടി വരുന്നു, അതും ഒരു കൊലപാതകം തന്നെയായിരുന്നു. ഇപ്പോൾ വിജയകുമാറും ഭാര്യയുടെയും കൊലപാതകം, ഇതിൻ്റെ തുടർച്ച ഇനി ഉണ്ടാകുമോ എന്നുള്ള ഭയം ബന്ധുക്കൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാകാം ഈ പെൺകുട്ടിക്കും സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. സദാസമയം ഈ പെൺകുട്ടിയോടൊപ്പം ഒരു സെക്യൂരിറ്റി ഇപ്പോൾ അനുധാവനം ചെയ്യുന്നുണ്ട്. വേണ്ടത് തന്നെയാണെന്ന് നമുക്കെല്ലാം 100 വട്ടം പറയേണ്ടി വരുന്നു. കാരണം നിരപരാധിയായ ഒരു പെൺകുട്ടി അതിൻ്റെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കേണ്ടതുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ സഹോദരൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, അച്ഛൻ നഷ്ടപ്പെട്ടു. ഇനി അവശേഷിക്കുന്നത് ബന്ധുക്കളും ആ ഭർത്താവും, അമേരിക്കയിലുള്ള ഭർത്താവും മാത്രമാണ്. പിന്നെ ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തല്ല വലുത് എന്നുള്ളതാണ് നമ്മളെല്ലാം ബോധ്യപ്പെടുത്തുന്നത് ഈ സംഭവം. അതിൽ അപ്പുറം എല്ലാ മനുഷ്യനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിതാവസാനം മുഴുവൻ ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. തുക കുറഞ്ഞും കൂടിയുമൊക്കെ ഇരിക്കും ജീവിതത്തിൽ. അതൊക്കെ നമുക്ക് നൈമിഷികമായ ചില സന്തോഷങ്ങൾ നൽകിയേക്കാം. പക്ഷേ ആത്യന്തികമായി ഒരു മനുഷ്യൻ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നതാണ് ജീവിതത്തിലെ മുഖ്യമായ കാര്യം. ഇനിയെങ്കിലും മകൾ എന്നുള്ള നിലയിൽ ആ കുട്ടിക്ക് സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ കഴിയണം എന്നാണ് നമ്മളെല്ലാം ആശംസിക്കേണ്ടത്. അതുകൊണ്ട് ആ കുട്ടിയുടെ സുരക്ഷയ്ക്ക് ഒരു വീഴ്ചയും വരുത്താതെ തന്നെ എല്ലാവരും, പ്രത്യേകിച്ച് അയൽവാസികളും ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ചാനൽ കൊണ്ടുവരുന്നതാണ്. നന്ദി.